ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഈ സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ പ്രകോപനങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ ഡ്രോണുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഔട്ടിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്ന സാഹചര്യം ഇന്നലെ പോലും ചിലയിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാലും സ്വതവേ സമാധാനപരമാണ് എന്ന് പിന്നീട് സേന വിശദീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ സമാധാനം പുലരുന്നു എന്ന ഒരു തത്വത്തിൽ ബോധ്യം വരുമ്പോഴും സേന സ്വീകരിക്കുന്ന ഒരു നയവും നിലപാടും എന്താണ്? ഏതു തരത്തിൽ പിന്നീട് ആക്രമണ സജ്ജമായിരിക്കും, പ്രതിരോധ സജ്ജമായിരിക്കും സാധാരണഗതിയിൽ സേന? നമ്മൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നെ ആക്രമണ സജ്ജമായിരിക്കും. എന്ത് വന്നു കഴിഞ്ഞാലും അതിന് പ്രത്യാക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. പതുക്കെ ഇതങ്ങ് ഡീഎസ്കലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു മിസ്അഡ്വെഞ്ചർ അവിടുന്ന് നടന്നു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി റിട്ടാലിയേറ്റഡ് വിത്ത് വെരി ഹെവി ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ 65-ൽ പഠിച്ചില്ല, 71-ൽ പഠിച്ചില്ല, കാർഗിൽ വാറിൽ പഠിച്ചില്ല, ഒരിക്കലും പഠിച്ചിട്ടില്ല. അത് പാകിസ്ഥാൻ്റെ സ്വഭാവമാണ്. അവർ പഠിക്കില്ല. കാരണം അവർക്ക് ആകെ അവിടെ ജീവിക്കാൻ പാകിസ്ഥാനികൾക്ക് വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇന്ത്യ സെൻറ്റിമെൻറ്റ്സ് മാത്രമാണ്. അവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല. അപ്പം നാളെ ഇത് വീണ്ടും ഇതേപോലെയുള്ള ഒരു ഓപ്പറേഷൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും, തീവ്രവാദി ആക്രമണങ്ങളുണ്ടാവും. നമ്മുടെ സർക്കാർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി ഭാവിയിൽ വരുന്ന എന്തൊരു തീവ്രവാദി ആക്രമണത്തിനെയും ഞങ്ങൾ യുദ്ധമായിട്ട് കരുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞു തന്ന ലോകരാഷ്ട്രങ്ങളെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വയ്ക്കാം. 4 കൊല്ലം വേണ്ട ഇനിയും തികച്ച്. ട്രംപ് മാറി മറ്റൊരു പ്രസിഡന്റ് വരും. ഇപ്പം അവരുടെ പോളിസി മാറും. അതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയിലടക്കം ഇതുപോലെ തന്നെ ഭരണമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇന്ത്യ തിരിച്ചിനി ഇതുപോലെ തന്നെ പ്രഹരം ഏൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ലോകരാഷ്ട്രങ്ങൾ ഇതുപോലെ തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെററിസത്തിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിക്റ്റിമാണ് ഇസ്രായേലും ഇന്ത്യയും. ഇസ്രായേലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ 1947 ഈ പറഞ്ഞ പാക് ഓക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. 65-ൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു തിരിച്ചു പിടിക്കാനായിട്ട്. നമ്മൾ തിരിച്ചു പിടിച്ചില്ല. 71-ൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു തിരിച്ചു പിടിക്കാനായിട്ട്. തിരിച്ചു പിടിച്ചില്ല. 77-ന് ശേഷം അവർ കഹൂട്ട അറ്റോമിക് പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. അറ്റോമിക് പവറായിട്ട് മാറുകയാണ്. അന്ന് നമ്മുടെ റോ അവിടെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോ ആ കഹൂട്ട അറ്റോമിക് പ്ലാന്റിനെ, ആ പ്രോജക്റ്റിനെ കംപ്ലീറ്റ്ലി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നശിപ്പിക്കാനായിട്ട് തയ്യാറെടുത്ത് എല്ലാം 100% സെറ്റായി കഴിഞ്ഞപ്പോൾ ഈ ഇൻഫർമേഷൻ ഇസ്രായേലും കൂടെ ചേർന്നിട്ടായിരുന്നു. ഈ ഇൻഫർമേഷൻ എങ്ങനെയോ പാകിസ്ഥാന് കിട്ടി. അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, ഇതെന്തിനാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ പോളിഷ് ചെയ്ത് സംസാരിക്കാൻ ഈ പാകിസ്ഥാനികൾ ഭയങ്കര മിടുക്കന്മാർ. അവരുടെ കാര്യം കാണുന്നവർ അവർക്കൊരു ശക്തി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിപ്പോൾ നോ മോർ ദെയർ അറ്റ് എ വീക്കർ സൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരിയായ സ്വരൂപം എടുക്കും. ഇതൊരു സ്വഭാവമാണ്. അപ്പം അങ്ങനെ സുൽഫിക്കർ അലി ഭൂട്ടോ മൊറാർജി ദേശായിയെ കൊണ്ട് ഈ റോനെ നിഷ്പ്രഭമാക്കി റോനോട് ഓപ്പറേഷൻസ് മുഴുവൻ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അവരുടെ ഫണ്ടിങ് പൂർണ്ണമായിട്ട് നിർത്തി. അതിനുശേഷം ഇദ്ദേഹം ശുദ്ധമനസ്സോടുകൂടി ചെയ്തതാണോ എന്താണെന്നറിയില്ല, ഇവരുടെ വേറെ ബോട്ട്സും ഈ ഇൻഫർമേഷൻസും ഭൂട്ടോന് കിട്ടുകയും നമ്മുടെ ഈ റോൻ്റെ പോരാളികളെ മുഴുവൻ പാകിസ്ഥാൻ തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങേറ്റം ദയനീയമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. അല്ലെങ്കിൽ ആ കഹൂട്ടാന്ന് നശിപ്പിച്ചത്. അതിനുശേഷം 80 മുതൽ 84 വരെ, അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്നത്, ഇസ്രായേൽ പല പ്രാവശ്യം പറഞ്ഞു ഈ അറ്റോമിക് ബോംബ് ഇവരുണ്ടാക്കുന്ന, അതിന് ഇസ്ലാമിക് ബോംബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപോലെ പാരയാണ്. ഞങ്ങൾ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് ടേക്ക് ഓഫ് ചെയ്ത് അവിടെ നിന്ന് വന്നിട്ട് ഈ കഹൂട്ട ഇവരുടെ ഈ കംപ്ലീറ്റ് അറ്റോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ നശിപ്പിച്ചു തരാം, നിങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷേ തിരിച്ചിത് ബോംബാർഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇസ്രായേലിലേക്ക് പോകാനുള്ള ഫ്യൂവൽ ഞങ്ങളുടെ വിമാനങ്ങൾക്കില്ല. അത് നിറയ്ക്കാനായിട്ട് നമ്മൾ ഒരു ജാംനഗറിൽ ഒരു ഫെസിലിറ്റി കൊടുക്കണം, അത്രേ വേണ്ടു. അന്ന് സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം രാജീവ് ഗാന്ധി വന്നു. ഇവരിതേ ആവശ്യമായിട്ട് രാജീവ് ഗാന്ധിയെ അപ്രോച്ച് ചെയ്തു. ഇതൊക്കെ ന്യൂസ് പേപ്പറിൽ വരെ വന്നതാണ് അന്നത്തെ കാലത്ത്. അപ്പം അത് അന്നും സമ്മതിച്ചില്ല. കാരണം നമ്മൾ നല്ല കുട്ടി ചമഞ്ഞു. അതുകൊണ്ട് അതേ പാകിസ്ഥാൻ ശക്തമായ ഒരു ന്യൂക്ലിയർ പവറായിട്ട് മാറി. പിന്നെ നമ്മളിപ്പോൾ ന്യൂസിൽ കാണുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസിനെയും ആക്രമിച്ചു എന്നുള്ളത്. പക്ഷേ നമ്മുടെ സൈനിക ബ്രീഫിങ്ങിൽ ഒരു ചോദ്യം പത്രക്കാർ ഇതുപോലെ ചോദിച്ചു, ഇങ്ങനെ നമ്മളതിനെ ആക്രമിച്ചോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്നവർ മറുപടി പറയണ്ടേ. അതങ്ങനെ പറയൂ. കാരണം ഇതിന് ഒരുപാട് എവിഡൻസ് ഉണ്ട്. അമേരിക്കയുടെ ആൻറ്റി ന്യൂക്ലിയർ വിമാനങ്ങളും സംവിധാനങ്ങളും അവിടെ വരുന്നു. ഈജിപ്തിൽ നിന്ന് ഇതിനു വേണ്ട മെറ്റീരിയൽസ് അവിടേക്ക് സപ്ലൈ ചെയ്യുന്നു, ഈ ന്യൂക്ലിയറിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ളത്. 2 ഭൂകമ്പങ്ങൾ, ഒന്ന് 4.7 ഒന്ന് 5.2 റിക്ടർ സ്കെയിലിൽ കാണിച്ചത്. മറ്റ് യാതൊരു ഭൂമിശാസ്ത്രപരമായ കാരണവും ഇല്ലാതെ അവിടെ നടന്നു അടുത്ത 2 ദിവസത്തിന് മുമ്പായിട്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഡെഡ് സംതിങ്.
പക്ഷേ ഇന്ത്യക്ക് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. കാരണം ലോകത്തിലെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ ആക്രമിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഈ അവസരത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ നമ്മുടെ കൂടി ചേർക്കുക എന്നുള്ളത് മാത്രമല്ല, പാകിസ്ഥാൻ ഇനിയും ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ 2030 അവർക്ക് ചൈനയുടെ ഇന്ന് J-35 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കിട്ടും, ടർക്കിയുടെ യുദ്ധവിമാനങ്ങൾ കിട്ടും. ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ അപ്പോഴും ഇപ്പോൾ ഉള്ള സാധനങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ MRFയിൽ വരുന്ന വിമാനങ്ങൾ. നമുക്കൊരു 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കണമെങ്കിൽ ഇനിയും 10-15 വർഷം എടുക്കും. അഡ്വാൻറ്റേജ് പാകിസ്ഥാൻ എന്നുള്ളൊരു പൊസിഷനിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടി ഗംഭീരമായിരിക്കും. പക്ഷേ ഇന്ത്യ അതിനെ തടയും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഒരു ഈസി വാക്ക് ആയിരിക്കില്ല നമുക്ക്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാനത് ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ നമ്മുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ അടക്കം ഓരോ ബജറ്റിലെയും പറയുന്നുണ്ട്, അത് പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. മാത്രമല്ല തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങളടക്കം ഇന്ത്യൻ സേനയ്ക്ക് എല്ലാ കാലവും മുതൽക്കൂട്ടായി മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം അടക്കം കാണുന്ന ഒന്നാണ്. അതിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നിലവിലെന്ന് വിചാരിക്കുന്നു.